നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 ദിവസത്തിനിടെ കാസർഗോഡ് 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു. ആവശ്യമായ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ദേശീയ അധ്യാപക പരിഷത്ത് NTU മഞ്ചേശ്വരം ഉപജില്ലാ സമിതി ഗുരുവന്ദനം സംഘടിപ്പിച്ചു. രാമചന്ദ്രൻ ചെറുകോളിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. റോഡിൽ വലിയ കുഴികൾ, പാലത്തിന് സംരക്ഷണ ഭിത്തിയില്ല. നാട്ടക്കൽ പൊടിപ്പള റോഡ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് E. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്ന് മാസങ്ങളായിട്ടും നടപടിയില്ല. ജനങ്ങൾക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയെന്ന് പരാതി. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടോദ്ഘാടനം ജൂലൈ 25-ന് നടക്കും. കെട്ടിടം നിർമ്മിച്ചത് കാഞ്ഞങ്ങാട് തോയമ്മലിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തിനിടെ കാസർഗോഡ് 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരായ ഹരികൃഷ്ണൻ, പ്രാർത്ഥന, അശ്വതി എന്നിവരാണ് മരിച്ചത്. ആവശ്യമായ ചികിത്സ ലഭിക്കാത്തതാണ് 3 പേരുടെയും മരണത്തിനിടയാക്കിയതെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു. കാസർഗോഡ് 2 ദിവസത്തിനിടെ 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു. ദുരിതബാധിതരായ ഹരികൃഷ്ണൻ, പ്രാർത്ഥന, അശ്വതി എന്നിവരാണ് മരിച്ചത്. ആവശ്യമായ ചികിത്സ ലഭിക്കാതെയാണ് 3 ജീവനുകളും പൊലിഞ്ഞതെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ മാസങ്ങളായി മുടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡിന്റെ ആരോഗ്യമേഖലയുടെ ഗുരുതരാവസ്ഥ പരിഹരിക്കപ്പെടാതെ പോയാൽ ഇനിയും ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിദഗ്ധ ചികിത്സ കിട്ടാതെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 3 പേരാണ് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നത്. ഇവരൊക്കെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ രംഗത്തുള്ള അപര്യാപ്തതയുടെ ഇരകളാണെന്ന് പറയാം. ഭരണകൂടത്തിൻ്റെ രക്തസാക്ഷികളാണ് ഇവരൊക്കെ തന്നെ. ഇനിയും ഈ നില തുറന്നാൽ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയുടെ ഗുരുതരാവസ്ഥ പരിഹരിക്കപ്പെടാതെ പോയാൽ മരണങ്ങളുടെ പട്ടിക നീളുമെന്നത് പറയാതെ വയ്യ. വളരെ അടിയന്തരമായി നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ആരോഗ്യ മേഖലയുടെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി കാസർഗോഡ് ജില്ലയിൽ തന്നെ ദുരിതബാധിതർക്കടക്കമുള്ള പാവപ്പെട്ട രോഗികൾക്ക് എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരോഗ്യ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സ ഉറപ്പുവരുത്തണമെന്നും അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ അധ്യാപക പരിഷത്ത് NTU മഞ്ചേശ്വരം ഉപജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ച് ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. 1000-ഓളം വിദ്യാർത്ഥികളെ സൗജന്യമായി വീട്ടിലെത്തി പഠിപ്പിച്ചിരുന്ന കേരള ബാങ്ക് റിട്ടയർഡ് മാനേജർ രാമചന്ദ്രൻ ചെറുകോളിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. ദേശീയ അധ്യാപക പരിഷത്ത് NTU മഞ്ചേശ്വരം ഉപജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ച് ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. 1000-ഓളം വിദ്യാർത്ഥികളെ സൗജന്യമായി വീട്ടിലെത്തി പഠിപ്പിച്ചിരുന്ന കേരള ബാങ്ക് റിട്ടയർഡ് മാനേജർ രാമചന്ദ്രൻ ചെറുകോളിയെ വീട്ടിലെത്തി ഷാളണിയിച്ച് ആദരിച്ചു. NTU മഞ്ചേശ്വരം ഉപജില്ലാ സമിതി അംഗം കൃഷ്ണമൂർത്തി, മീരാവതി ടീച്ചർ, ദയാനന്ദ, ജയന്തി, സ്വപ്ന, ശ്വേത, മറ്റ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ರಾಮಚಂದ್ರನ ಇಲ್ಲದೆ ಯಾವುದೇ ಸತ್ಯಸಾಯಿ ಸಂಸ್ಥೆಗಳದ್ದು ಕಾಸರಗೋಡಲ್ಲಿ ಕೆಲಸ ಕಾರ್ಯ ನಡೀತಾ ಇಲ್ಲ. ಅವರಿದ್ದುಕೊಂಡೇ ಎಲ್ಲ ಕೆಲಸ ನಡೆಯುವಂಥದ್ದು. ನಮ್ಮ ಉಪ್ಪಳದಲ್ಲಿ ಸತ್ಯಸಾಯಿ ಸೇವಾ ಸಮಿತಿ ಇದೆ, ಅದರಲ್ಲಿ ಕೂಡ ಸಂಚಾಲಕರಾಗಿ ಹಲವಾರು ವರ್ಷಗಳಿಂದ ದುಡಿತಾ ಇದ್ದದ್ದು. ಅದು ಒಂದು ವಿಭಾಗ ಸತ್ಯಸಾಯಿದಾದರೆ, ಇನ್ನು ಬೇರೆ ಸೇವೆಯಲ್ಲಿ ಅವರು ಮತ್ತು ನಾನು ಬಹಳಷ್ಟು ಹಿಂದೆ 1993ರಲ್ಲಿ ಸೇವಾ ಭಾರತೀಯ ವತಿಯಿಂದ ಮಂಗಲ್ಪಾಡಿ ಶಾಲೆಯಲ್ಲಿ 100ರಷ್ಟು ಮಕ್ಕಳಿಗೆ ಒಂದು ಹಾಲಲ್ಲಿ ಕೂತ್ಕೊಂಡು ಏಕಭಜನೆ ಆಗ್ತಾ ಇದ್ದ ಮೊದಲ ಹಾಲಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅವರು ಗಣಿತ ಕ್ಲಾಸ್ ತೆಗೆಯುವುದು, ನಾನು ಇಂಗ್ಲಿಷ್ ಕ್ಲಾಸ್ ತೆಗೆಯುವುದು. ಹಾಗೆ ಅವರ ಗಣಿತ ಕ್ಲಾಸಲ್ಲಿ ನಮ್ಮ ಕ್ಲಾಸ್ಗಳಲ್ಲಿ ನಮ್ಮ ಈಗಿನ ಯೋಗಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿಯವರು ಕೂಡ ನಮ್ಮ ಶಿಷ್ಯರಾಗಿದ್ದರು. ಯಾಕೆಂದರೆ ಅವರ 10ನೇ ಕ್ಲಾಸಲ್ಲಿರುವಾಗಲೇ 1993, 94, 95 ಆ ಕಾಲಘಟ್ಟಗಳಲ್ಲೆಲ್ಲ
ನಾವು ಫ್ರೀ ಟ್ಯೂಷನ್ ಉಚಿತವಾಗಿ ಮಕ್ಕಳಿಗೆ ಒಟ್ಟಾಗಿ ಕೊಡುವಂತಹ ಒಂದು ತರಬೇತಿ ನಡೀತಾ ಇದೆ. NTU സംസ്ഥാന സമിതി അംഗം അരവിന്ദാക്ഷ ഭണ്ഡാരി, റിട്ടയർഡ് ഹെഡ് മിസ്റ്റേഴ്സ് പത്മാവതി ടീച്ചർ, NTU ഉപജില്ലാ പ്രസിഡന്റ് ചന്ദ്രിക, അബ്ദുൽ ലത്തീഫ് മാംഗ്ലൂർ, ശിവപ്രസാദ് ചെറുകോളി, പ്രീതിക എന്നിവർ സംസാരിച്ചു. സതീഷ് ഷെട്ടി ഉടമ്പെട്ടു സ്വാഗതവും NTU ഉപജില്ലാ ട്രഷറർ രഘുവീർ റാവു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാട്ടക്കൽ പൊടിപ്പള്ള റോഡ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിൽ രൂപപ്പെട്ട കുഴികളും പാലത്തിന് സംരക്ഷണ ഭിത്തിയില്ലാത്തതുമാണ് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാക്കുന്നത്. ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയും കുഴികൾ നികത്തിയും റോഡ് വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രധാന പാതകളിലൊന്നായ നാട്ടക്കൽ പൊടിപ്പള്ള റോഡിലെ പാലത്തിന്റെ ഇരുവശങ്ങളിലും കുഴികൾ രൂപപ്പെട്ടതിനാൽ യാത്രക്കാർ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. പാലത്തിനും ടാറിംഗ് റോഡിനും സമീപം വലിയ കുഴികൾ രൂപപ്പെട്ട് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. സുരക്ഷാ ഭിത്തിയില്ലാത്ത പാലത്തിലെ യാത്ര നിലവിൽ വളരെ അപകടകരമായി മാറിയിരിക്കുന്നു. 1980 പള്ളപ്പാടി ചാക്കടുക്കത്ത് നിർമ്മിച്ച പാലം പൊളിച്ച് 70 ലക്ഷം രൂപ ചെലവിൽ 2023 വർഷത്തിന്റെ തുടക്കത്തിലാണ് 10 മീറ്റർ വീതി 6 മീറ്റർ നീളവുമുള്ള പുതിയ പാലം പണിതത്. എന്നാൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും തടയണയോ സുരക്ഷാ ഭിത്തിയോ നിർമ്മിച്ചില്ല. 2023 ഫെബ്രുവരിയിൽ പാലത്തിലൂടെ വാഹന ഗതാഗതത്തിന് അനുമതി ലഭിച്ചെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ പണി അപൂർണമായി കിടക്കുകയാണ്. പാലത്തിലെ കുഴികൾ ഒഴിവാക്കി യാത്ര ചെയ്യാൻ ഇരുചക്ര വാഹന യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടണം. കുഴികൾ മൂടാൻ ഉപയോഗിക്കുന്ന വെറ്റ് മിക്സിൽ കരിങ്കല്ല് ചിതറിക്കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ്. വെള്ളൂർ പഞ്ചായത്ത്, PHC, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, ബാങ്ക്, സൊസൈറ്റി, പോസ്റ്റ് ഓഫീസ്, വെള്ളൂർ സർക്കാർ സ്കൂൾ, മറ്റ് സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിലേക്ക് ഈ പാലം കടന്നു വേണം പോകാൻ. സുള്യപദവ്, പണാജെ, പെർള, ഏത്തടുക്ക ഭാഗത്തേക്ക് പോകുവാനും ഈ പാലം കടക്കണം. കേരളത്തിൽ നിന്നും കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും 10ലധികം സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും പള്ളപ്പാടി പാലത്തിലൂടെ കടന്നുപോകുന്നത്. സംഭവിക്കാനിടയുള്ള ദുരന്തത്തിനു മുൻപ് തന്നെ പാലത്തിന്റെ പണികൾ ഉടൻ പൂർത്തിയാക്കി വാഹന ഗതാഗതത്തിന് അനുയോജ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം തടയുന്ന നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് E. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ നിയമിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് E. മനോജ് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രൊമോഷൻ സാധ്യത ഏറ്റവും കുറവുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു വകുപ്പാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 25 വർഷത്തോളം PSC നിയമനം ലഭിച്ച് 25 വർഷത്തോളം കഴിഞ്ഞാലും നമ്മൾക്കൊരു ഗസറ്റഡ് തസ്തികയിൽ നിന്ന് റിട്ടയർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ വകുപ്പിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന രീതിയിലും അതോടൊപ്പം തന്നെ മറ്റു ഈ പറഞ്ഞ നേരത്തെ ഇപ്പോൾ ഉത്തരവ് 5/7 ഉത്തരവ് ഇറങ്ങിയ തരത്തിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമവും നടക്കുന്നത്. നമുക്കുള്ള പ്രൊമോഷൻ സാധ്യതയാണ് ഇതുവഴി വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഇതിൻ്റെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഒരു ഫയൽ പോകുമ്പോൾ അവർക്ക് സൗകര്യമായ സ്ഥലങ്ങളിൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തസ്തികകൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഡെപ്യൂട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും തിരുത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭ പരിപാടി നമ്മൾ ഈ ഓരോ ജില്ലകളിലും ഇങ്ങനെ നടത്തുന്നത്. ഏതുതന്നെയായാലും ജീവനക്കാരുടെ പ്രൊമോഷൻ വിട്ടുകൊടുത്തുകൊണ്ട് ജോയിന്റ് കൗൺസിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ തുടക്കം മുതൽ 1969 സംഘടന രൂപീകൃതമായത് മുതൽ നമ്മൾ പ്രക്ഷോഭ രംഗത്താണ്. ഇതും നമ്മൾ വിട്ടു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ നമ്മുടെ ഈ രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യത ഇല്ലാതാക്കുന്ന ഈ നടപടിക്കെതിരെ ഈ സർക്കാർ ഉത്തരവ് തിരുത്തണമെന്നാണ് നമ്മൾ ഈ പ്രതിഷേധത്തിൽ ആവശ്യപ്പെടുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് G. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കുമാർ സ്വാഗതവും A. ആമിന നന്ദിയും പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗം പ്രസാദ് കരുവളം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിനോജ് M, റിജേഷ് T, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ നിഷ PV, സുജിത്, മേഖലാ ഭാരവാഹികളായ രമേഷ് KT, രാജൻ KV, ഗോകുൽ KJ, വിൻസെന്റ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തൃക്കരിപ്പൂർ ടൗണിനെ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിലാക്കുന്ന റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി ബീരിച്ചേരിയിലും വെള്ളാപ്പിലും മേൽപ്പാലങ്ങൾ ഉടൻ നിർമ്മിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC തൃക്കരിപ്പൂർ ഡിവിഷൻ കൺവെൻഷൻ. ശാശ്വത പരിഹാരം മേൽപ്പാലം പണിയുക മാത്രമാണെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. തൃക്കരിപ്പൂർ ടൗണിനെ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിലാക്കുന്ന റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി ബീരിച്ചേരിയിലും വെള്ളാപ്പിലും മേൽപ്പാലങ്ങൾ ഉടൻ നിർമ്മിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC തൃക്കരിപ്പൂർ ഡിവിഷൻ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ശാശ്വത പരിഹാരം മേൽപ്പാലം പണിയുക മാത്രമാണെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ KV വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് വണ്ടികൾ ദൈനംദിന എല്ലാ വീടുകളിലും വണ്ടികളാണ്. 1, 2, 3 വണ്ടികൾ ഒരു വീട്ടിലില്ല, ഇല്ലാതില്ല. അപ്പോൾ ആരും ഓട്ടോയിൽ കയറാൻ തന്നെ ആളുകളില്ലാത്തൊരവസ്ഥ. അതേപോലെ തന്നെ ഓട്ടോ കൂടുതൽ നിരന്തരം തൊഴിലാളികൾ കുറേ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതിനനുസരിച്ച് ആ രീതിയിലുള്ള ഒരു മാറ്റം വരുത്താൻ ഇന്ന് നമ്മുടെ ഈ ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുന്നില്ല. യൂണിയൻ പ്രസിഡന്റ് PV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M രജീഷ് ബാബു, മണ്ഡലം സെക്രട്ടറി PV പ്രസാദ്, INTUC ഡിവിഷൻ സെക്രട്ടറി TV കുഞ്ഞികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി KNC ഇബ്രാഹിം, N ചന്ദ്രശേഖരൻ, രമേശൻ കുറുന്തിൽ, T രാമൻ, രാജേഷ് ഇടയിലക്കാട് എന്നിവർ സംസാരിച്ചു. സംഘടനയിലേക്ക് പുതുതായി എത്തിയ തൊഴിലാളികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അംഗത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്ന് മാസങ്ങളായിട്ടും നടപടിയില്ല. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഇടപെടാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിലെ മലിനജലം ഒഴുകിപ്പോകുവാനുള്ള ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്നിട്ടും നന്നാക്കുവാൻ നടപടിയില്ലാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകുന്നവർക്ക് ദുർഗന്ധം സഹിച്ച് ഇതുവഴി പോകേണ്ട അവസ്ഥയാണ്. GLP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു കൂടിയാണ് ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ദുർഗന്ധം സഹിച്ച് ഇതുവഴി നടന്നു പോകേണ്ടതായി വരുന്നു. സാംക്രമിക രോഗങ്ങളുടെ ഭീതിയിൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലയക്കാൻ മടിക്കുന്നതായും വിവരമുണ്ട്. മഴക്കാലമായതിനാൽ മഴവെള്ളം ഡ്രൈനേജിൽ നിന്നുള്ള മലിനജലത്തിൽ കലർന്ന് പൊതുസ്ഥലങ്ങളിൽ ഒഴുകിപ്പരക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഡോക്യുമെന്റ് റൈറ്ററുകളുടെ ഓഫീസുകളും മറ്റും നിരവധി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയതായി ജനങ്ങൾ പരാതിപ്പെടുന്നു. സ്ലാബ് തകർന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കാത്തത് ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പഞ്ചായത്ത് അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 ತಿಂಗಳ ಮೇಲಾಯ್ತು ಈಗ ಓಪನ್ ಆಗಿ. ವಾಸನೆಯಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿಗೆ ಹೋಗಿ ಹೆಲ್ತ್ನವರಿಗೆ ಕರೆದ್ರೆ ಹೆಲ್ತ್ನವ್ರು ಬಂದು ನೋಡಿ ಹೋಗಿ 1-1.5 ತಿಂಗಳಾಯ್ತು. ಅವರು ಯಾವುದೇ ಕ್ರಮ ಕೈಗೊಂಡಿಲ್ಲ. ಈಗ ಪುನಃ ಈಗ ಓಪನ್ ಆಗಿ ಕಂಡಬಡ ವಾಸನೆ ಆರೋಗ್ಯ ಸಮಸ್ಯೆ ಬರ್ತಾ ಉಂಟು. ವಾಸನೆಯಲ್ಲಿ ಆಫೀಸಿಗೆ ಬಂದವರಿಗೆ ಕೂತ್ಕೊಳ್ಳಿ ಆಗೋದಿಲ್ಲ. ಆದ ಕಾರಣ ಎಷ್ಟು ಬೇಗ ಇದನ್ನು ಒಂದು ಮುಚ್ಚಿಸಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇದ್ದರೆ ಪಂಚಾಯತ್ ಅಧಿಕೃತ ಮುಚ್ಚಿಸಿದ್ರೆ ಭಾರಿ ಒಳ್ಳೆಯದು. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൽ പരാതിപ്പെട്ടപ്പോൾ ഉടൻ വന്ന് നോക്കുകയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നടപടി സ്വീകരിച്ച് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC ദേലമ്പാടി പഞ്ചായത്ത് കമ്മിറ്റി നൽകുന്ന റസാഖ് ഹാജി പള്ളത്തൂർ മെമ്മോറിയൽ അവാർഡ് ഉനൈസ് മൈനാടിക്ക്. സാഹിത്യ മേഖലയിലെ സംഭാവനയ്ക്കാണ് അവാർഡ് നൽകുന്നത്. ഉനൈസ് മൈനാടിയുടെ നിയോഗത്തിന്റെ തടവുകാർ എന്ന നോവലിനാണ് റസാഖ് ഹാജി പള്ളത്തൂർ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത്. 10,000 രൂപയും ഫലകവുമാണ് പുരസ്കാരമായി നൽകുന്നത്. അബുദാബി KMCC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി PK അഷ്റഫ്, അജ്മാൻ KMCC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ആസിഫ് പള്ളങ്കോട്, ഷാർജ KMCC ഉദുമ മണ്ഡലം പ്രസിഡന്റ് ബഷീർ മണിയൂർ എന്നിവരടങ്ങിയ ജൂറി അംഗങ്ങളാണ് വിജയിയെ തിരഞ്ഞെടുത്തത്. കാസർഗോഡ് ജില്ലാ KMCC വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ നാലാം വാതുക്കൽ അവാർഡ് പ്രഖ്യാപനം നടത്തി. സിദ്ദീഖ് അടൂർ, റഫീഖ് മാങ്ങാട്, ആരിഫ് ചെരുമ്പ, മുനീർ പള്ളിപ്പുറം, ജമാൽ ദേലമ്പാടി, ഖാലിദ് കൊറ്റുമ്പ, അഷ്റഫ് CA, മൊയ്തീൻ ദേലമ്പാടി, സിദ്ദീഖ് പള്ളങ്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊക്കോ ഡാമ തയ്യാറാക്കുന്ന പരിശീലനം നടന്നു. പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കി പായൽ ഉപയോഗിച്ച് ചെടികൾ തയ്യാറാക്കുന്ന രീതിയാണ് കൊക്കോഡാമ അഥവാ പായൽ പന്ത്. ഒരു ജാപ്പനീസ് ചെടി നിർമ്മാണ രീതിയാണ് ഇത്. മണ്ണ് കൊണ്ടും ചകിരിച്ചോറ് കൊണ്ടും ഫലഭൂയിഷ്ടമായ നടീൽ മിശ്രിതം തയ്യാറാക്കി അതിനെ തുണി കൊണ്ട് പൊതിഞ്ഞ് പിന്നെ പായൽ കൊണ്ട് ആവരണം ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. വളരെ കുറച്ചു മാത്രം ജലം മതി എന്നതാണ് ഇതിൻ്റെ സവിശേഷത.
വീടുകളുടെയും ഓഫീസുകളുടെയും അകത്തളങ്ങളിൽ മനോഹരമായ രീതിയിൽ ചെടികൾ തൂക്കി സുന്ദരമാക്കാം. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ജൈവപരമായ രീതിയിൽ ചെടികൾ വളർത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണിത്. പ്രധാനമായിട്ട് ഇൻഡോർ പരിപാടി എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. ജപ്പാനിലത്തെ ഒരു കൃഷി രീതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ കെ രാജി പദ്ധതി വിശദീകരിച്ചു. സയൻസ് അധ്യാപിക പ്രീതി ടി കുട്ടികൾക്ക് പരിശീലനം നൽകി. ജപ്പാനീസ് ഉദ്യാന രീതിയാണ് ഈ കൊക്കണാമ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ പരിസ്ഥിതിയിലേക്കും സാധനം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. വളരെ ചെറിയ ജല ഉപയോഗം വളരെ കുറച്ച്, പ്ലാസ്റ്റിക് ഉപയോഗം വളരെ കുറച്ച്, വളരെ നല്ല രീതിയിൽ ഇൻഡോർ ഉപയോഗിക്കാനാണ് ഈ ഒരു ഇതോടൊപ്പം വീടുകളിലും തൈകൾ ഉണ്ടാക്കി കുട്ടികൾക്ക് സ്വന്തമായി സാമ്പത്തിക സമാഹരണം നടത്തുക എന്നതാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SKSSF ബിസ്മില്ല ക്യാമ്പയിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു. ജില്ലാതല ഉദ്ഘാടനം ചട്ടഞ്ചാൽ MIC കോളേജിൽ നടന്നു. കോളേജ് അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി SKSSF ക്യാമ്പസ് വിംഗ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബിസ്മില്ല ക്യാമ്പയിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ചട്ടഞ്ചാൽ MIC കോളേജിൽ വെച്ച് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നിർവഹിച്ചു. പഠനാരംഭത്തിന് മുന്നോടിയായുള്ള മനസ്സൊരുക്കവും മാനസികാരോഗ്യ ബോധവൽക്കരണവും ലഹരി റാഗിംഗ് നിർമ്മാർജ്ജനവും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ സംശയ നിവാരണവും ലക്ഷ്യമിട്ടാണ് ജില്ലയിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ക്യാമ്പസ് വിംഗ് ജില്ലാ ചെയർമാൻ മൂസ ബാസിദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഹാഷിർ മൊയ്തീൻ സ്വാഗതം പറഞ്ഞു. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബെദിര, ട്രെൻ ജില്ലാ വർക്കിംഗ് ചെയർമാൻ ഫിറോസ് ഹുദവി ചാനടുക്കം എന്നിവർ പ്രഭാഷണം നടത്തി. ക്യാമ്പസ് വിംഗ് വൈസ് ചെയർമാൻ സജീർ ബെദിര, എക്സിക്യൂട്ടീവ് അംഗം ഹാഷിർ വളവിൽ, അഹമ്മദ് നിയാസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടോദ്ഘാടനം ജൂലൈ 25 നടക്കും. കാഞ്ഞങ്ങാട് തോയമ്മിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടച്ചേരി കുന്നുമ്മലിലെ നവീകരിച്ച മുഖ്യശാഖയുടെ ഉദ്ഘാടനം ജൂലൈ 25 രാവിലെ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA മുഖ്യാതിഥിയാവും. മുൻ പ്രസിഡന്റ് MK നാരായണന്റെ ഫോട്ടോ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് വൈസ് ചെയർമാൻ KP സതീഷ് ചന്ദ്രൻ അനാച്ഛാദനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ലോക്കർ ഉദ്ഘാടനവും ജോയിന്റ് രജിസ്ട്രാർ K ലസിത കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിക്കും. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതം പറയും. വൈകിട്ട് 4 മണിക്ക് പൈതൃക സംഗമം സംഘടിപ്പിക്കും. അശ്വമേധം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV ബാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഉപഹാരങ്ങൾ സമർപ്പിക്കും. വൈകിട്ട് 7 മണിക്ക് പാലാപ്പള്ളി ഫെയിം അതുൽ നറുകര നയിക്കുന്ന സോൾ ഓഫ് ഫോക്ക് അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, സെക്രട്ടറി VV ലേഖ, വൈസ് പ്രസിഡന്റ് V ഗിനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി KV വിശ്വനാഥൻ, മെയിൻ ബ്രാഞ്ച് മാനേജർ KV പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU അനശ്വര യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. ഓട്ടോ ടാക്സി ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയയിലെ കാഞ്ഞങ്ങാട് ഡിവിഷനിലെ അനശ്വര യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് A കണ്ണന്റെ അധ്യക്ഷതയിൽ ഓട്ടോ ടാക്സി ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KT ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം പവിത്രൻ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു, കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി P രാഘവൻ,
പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശശിധരൻ പാണംതോട് പ്രവർത്തന റിപ്പോർട്ടും, ചന്ദ്രൻ കെ വരവ് ചെലവ് കണക്കുകളും, ദിനേശൻ നാവിയിൽ രക്തസാക്ഷി പ്രമേയവും, ശശിധരൻ പാണംതോട് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഒരുക്കി. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. തൊട്ട് പ്രദേശത്തുള്ള കൊന്നക്കാട്, മാറും, പൊങ്ങഞ്ചാല്, അതുപോലെ വീങ്ങനടി പോലുള്ള യൂണിറ്റിലെ വ്യാപാരികൾക്ക് അവിടെയൊക്കെ വലിയ ക്ഷീണമായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയുള്ള ഇപ്രാവശ്യം ജില്ലാതലത്തിൽ ഒരു വ്യാപാര മഹോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുവഴി നമ്മുടെ വ്യാപാരം നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും. വലിയ വലിയ സമ്മാനങ്ങൾ നൽകി, കാറും മോട്ടോർ ബൈക്കും ഒക്കെ നൽകിക്കൊണ്ട് വലിയ സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു വ്യാപാര മഹോത്സവം സംഘടിപ്പിക്കാനാണ് ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 1 തുടങ്ങി ഡിസംബർ 31 സമാപിക്കുന്ന രീതിയിൽ 4 മാസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു വ്യാപാര മഹോത്സവത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ രീതിയിലുള്ള സന്ദേശം ഉപഭോക്താക്കളിൽ എത്തിക്കാനും ഉപഭോക്താക്കൾ കൃത്യമായി അതിന് കൂപ്പൺ നൽകിക്കൊണ്ട് ബമ്പർ സമ്മാനം ഒക്കെ അടിക്കത്തക്ക രീതിയിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രചോദനം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. യൂണിറ്റ് സെക്രട്ടറി കെ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SLC, +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും LSS, USS കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും അനുമോദനം ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് AV ഹരിഹരസുധൻ, ജില്ലാ ഭാരവാഹികളായ PP മുസ്തഫ, ഹംസ പാലക്കി, ഷിഹാബ് ഉസ്മാൻ, K ദിനേശ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസന്ന ചന്ദ്രൻ, യൂണിറ്റ് ഭാരവാഹികളായ R ശിവശങ്കരൻ, ബാബു ഫ്ലാഷ്, MT കലാധരൻ, മധു, അരവിന്ദാക്ഷൻ, സുഗതകുമാർ, ജയചന്ദ്രൻ, റാഷിക് ലുലു തുടങ്ങിയവർ സംബന്ധിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് യദുകുമാർ കാർത്തികേയം സ്വാഗതവും രാജൻ മാരുതി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2 ദിവസത്തിനിടെ കാസർഗോഡ് 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു. ആവശ്യമായ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ദേശീയ അധ്യാപക പരിഷത്ത് NTU മഞ്ചേശ്വരം ഉപജില്ലാ സമിതി ഗുരുവന്ദനം സംഘടിപ്പിച്ചു. രാമചന്ദ്രൻ ചെറുകോളിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. റോഡിൽ വലിയ കുഴികൾ, പാലത്തിന് സംരക്ഷണ ഭിത്തിയില്ല. നാട്ടക്കൽ പൊടിപ്പള റോഡ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് E മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഡ്രൈനേജിന്റെ സ്ലാബ് തകർന്ന് മാസങ്ങളായിട്ടും നടപടിയില്ല. ജനങ്ങൾക്ക് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയെന്ന് പരാതി. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടോദ്ഘാടനം ജൂലൈ 25 നടക്കും. കെട്ടിടം നിർമ്മിച്ചത് കാഞ്ഞങ്ങാട് തോയമ്മലിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.